മുഖ്യമന്ത്രി ഇടപെട്ടതോടുകൂടി പ്രശ്നം തീരുമെന്ന് എല്ലാവരും കരുതി. സാധാരണ ഇത്തരം പ്രശ്നങ്ങളിൽ മുഖ്യമന്ത്രി ഇടപെടാറില്ല. ഒരു വകുപ്പുമായി ബന്ധപ്പെട്ട കാര്യം ആ വകുപ്പ് ചർച്ച ചെയ്ത് തീരുമാനിക്കട്ടെ എന്ന നിലപാടാണ് മുഖ്യമന്ത്രി സ്വീകരിക്കാറ്. CPIM-ഉം ആ വഴിക്ക് തന്നെയാണ് നിലപാട് എടുക്കാറുമുള്ളത്. അതുതന്നെയായിരുന്നു തുടക്കവും. പ്രശ്നം ഉയർന്നു വന്ന അതേ സമയത്ത് CPI സംസ്ഥാന സെക്രട്ടറിയുമായി ചർച്ച നടത്താൻ വി ശിവൻകുട്ടിക്ക് നിർദ്ദേശം നൽകി CPIM-ഉം മുഖ്യമന്ത്രി. വി ശിവൻകുട്ടി CPI-യുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ ചെന്ന് CPI സംസ്ഥാന സെക്രട്ടറിയുമായി കൂടിക്കാഴ്ച നടത്തുകയും എന്തുകൊണ്ട് കരാറിൽ ഒപ്പിട്ടു എന്ന് വിശദീകരിക്കുകയും ചെയ്തു. എന്താണ് ആ സാഹചര്യം, ഏത് സാഹചര്യത്തിലാണ് അത്തരമൊരു തീരുമാനം എടുത്തത് എന്ന് വിശദീകരിക്കുകയും ചെയ്തു. മന്ത്രി GR അനിലും കൂടെ ഉണ്ടായിരുന്നു. സൗഹാർദ്ദപരമാണ് ചർച്ച എന്നാണ് പുറത്തിറങ്ങിയതിനു ശേഷം മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞത്. പ്രശ്നം ചർച്ച ചെയ്യുന്നതേയുള്ളൂ, ചർച്ചയുടെ വാതിലുകൾ തുറന്നിട്ടിട്ടുണ്ട് എന്നാണ് GR അനിൽ മാധ്യമങ്ങളെ കണ്ട് പറഞ്ഞത്. എന്നാൽ CPI ഒരു അടി പോലും പിറകോട്ട് പോയില്ല. മന്ത്രി വി ശിവൻകുട്ടി CPIയുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ ചെന്ന് ബിനോയ് വിശ്വത്തെ കാണുകയും സംസാരിക്കുകയും ചെയ്തിട്ട് പോലും വഴങ്ങിയില്ല CPI. അവർ അവരുടെ നിലപാടിൽ ഉറച്ചു നിന്നു. ആ സമയത്ത് മുഖ്യമന്ത്രി ഇവിടെ ഇല്ലായിരുന്നു. അദ്ദേഹം ഗൾഫ് പര്യടനത്തിലായിരുന്നു. തിരിച്ചു വന്ന ഉടനെ തന്നെ അദ്ദേഹം പ്രശ്നത്തിൽ ഇടപെട്ടു. CPIM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേർന്നു. പ്രശ്നം വിശദമായി ചർച്ച ചെയ്തു. സെക്രട്ടേറിയറ്റ് യോഗത്തിൽ എടുത്ത തീരുമാനം പ്രശ്നം പരിഹരിക്കണം, സമവായം കണ്ടെത്തണം. CPI മുന്നണിയുടെ അവിഭാജ്യ ഘടകമാണ്. ഒരു തരത്തിലും CPI-യെ അലോസരപ്പെടുത്തരുത്. CPI-ക്കുണ്ടായ വിഷമം പറഞ്ഞ് പരിഹരിക്കണം, പ്രശ്നം ചർച്ച ചെയ്ത് പരിഹരിക്കണം എന്ന്. ചർച്ചയ്ക്ക് ചുമതലപ്പെടുത്തിയത് അല്ലെങ്കിൽ ചുമതല സ്വയം ഏറ്റെടുത്തത് മുഖ്യമന്ത്രി തന്നെയായിരുന്നു. സാധാരണ CPI-യുടെ സംസ്ഥാന സെക്രട്ടറിയുമായി കൂടിക്കാഴ്ച നടത്താറുള്ളത് CPIM-ന്റെ സംസ്ഥാന സെക്രട്ടറിയാണ്. കാനം രാജേന്ദ്രനും കോടിയേരി ബാലകൃഷ്ണനും സംസ്ഥാന സെക്രട്ടറിമാരായിരിക്കുന്ന ഘട്ടത്തിൽ എത്രയോ ചർച്ചകൾ ഇതുപോലെ നടന്നിട്ടുണ്ട്, പ്രശ്നം പരിഹരിച്ചിട്ടുമുണ്ട്. എന്നാൽ ഈ പ്രശ്നത്തിൽ മുഖ്യമന്ത്രി തന്നെ നേരിട്ടിടപെട്ടു. ബിനോയ് വിശ്വത്തെ ആലപ്പുഴയിൽ പോയി കാണുകയും സംസാരിക്കുകയും ചെയ്തു. രണ്ടുപേരും പങ്കെടുക്കുന്ന ഒരു പരിപാടിയുണ്ട്, പുന്നപ്ര വയലാർ സമരത്തിന്റെ വാർഷികം. അവിടെ വെച്ച് കാണാം എന്ന് മുഖ്യമന്ത്രി തന്നെയാണ് ബിനോയ് വിശ്വത്തെ അറിയിച്ചത്. CPIM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിന് ഇടയിലാണ് മുഖ്യമന്ത്രി ബിനോയ് വിശ്വത്തെ വിളിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്നത്. ആ സമയത്ത് CPI-യുടെ നിർവാഹക സമിതി യോഗം ആലപ്പുഴയിൽ നടക്കുന്നുമുണ്ടായിരുന്നു. അങ്ങനെയാണ് ഉച്ചയ്ക്ക് ശേഷം ചർച്ച തീരുമാനിക്കുന്നത്. മുഖ്യമന്ത്രി ആലപ്പുഴ ഗസ്റ്റ് ഹൗസിലെത്തി ചർച്ച നടത്തി. 45 മിനിറ്റോളം നീണ്ടുനിന്നു ചർച്ച. എന്താണ് സാഹചര്യം എന്ന് വിശദീകരിക്കുകയും എന്താണ് പോംവഴി എന്ന് നിർദ്ദേശിക്കുകയും ചെയ്തു. എന്താണ് CPI മുന്നോട്ട് വെച്ച പോംവഴി? PMC പദ്ധതി വളരെ വേഗത്തിൽ നടപ്പാക്കില്ല. സമവായം കണ്ടതിന് ശേഷം മാത്രമേ നടപ്പാക്കുകയുള്ളൂ. അതോടൊപ്പം LDF യോഗം വിളിച്ചു ചേർക്കും. LDF യോഗത്തിൽ ഇക്കാര്യം വിശദമായി ചർച്ച ചെയ്യാം. LDF-ന്റെ ഒരു സബ് കമ്മിറ്റി രൂപീകരിക്കാം. പ്രശ്നം എന്തൊക്കെയാണ് എന്ന്, എന്തൊക്കെ പരിഹാര നടപടികളാണ് സ്വീകരിക്കേണ്ടത് എന്ന് LDF-ന്റെ സബ് കമ്മിറ്റി തീരുമാനിക്കട്ടെ. അതനുസരിച്ച് നമുക്ക് മുന്നോട്ട് പോകാം. അതോടൊപ്പം പദ്ധതിയുടെ നടത്തിപ്പിനെ കുറിച്ച് അതില്ലെങ്കിൽ അതിൻ്റെ മേൽനോട്ടം വഹിക്കാൻ മന്ത്രിതല സമിതിയെ രൂപീകരിക്കാം. CPI-യുടെ മന്ത്രിമാരും അതേപോലെ CPM-ൽ നിന്ന് മന്ത്രിമാരും ഉണ്ടാകട്ടെ. അതല്ലെങ്കിൽ എല്ലാ ഘടകകക്ഷി മന്ത്രിമാരും ഉണ്ടാകട്ടെ. അങ്ങനെ ഒരു മന്ത്രിതല സമിതി, അതല്ലെങ്കിൽ LDF-ന്റെ സമിതി പ്രശ്നം പഠിക്കുന്നതിനു വേണ്ടി ആ സമിതിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാം. അതോടൊപ്പം തന്നെ വളരെ വേഗത്തിൽ PMC പദ്ധതി നടപ്പാക്കുകയുമില്ല, ഒരു മെല്ലെ പോക്ക് സമീപനം സ്വീകരിക്കുകയും ചെയ്യാം. ഇതായിരുന്നു CPIM സംസ്ഥാന സെക്രട്ടറിയുടെ തീരുമാനം. ആ തീരുമാനം CPI സംസ്ഥാന സെക്രട്ടറിയെ അറിയിച്ചത് മുഖ്യമന്ത്രി തന്നെയാണ്. CPIM-ന്റെ ഇന്ത്യയിലെ ഏറ്റവും മുതിർന്ന നേതാക്കളിൽ ഒരാളാണ് പിണറായി വിജയൻ, കേരളത്തിന്റെ മുഖ്യമന്ത്രി. അദ്ദേഹം ആലപ്പുഴയിലെത്തി ബിനോയ് വിശ്വവുമായി കൂടിക്കാഴ്ച നടത്തി. 45 മിനിറ്റോളം ചർച്ച നടത്തിയിട്ടും വഴങ്ങിയില്ല CPI-യും ചില ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്, മുഖ്യമന്ത്രിയോട് തുറന്നു പറഞ്ഞിട്ടുണ്ട്. അതിലൊന്ന് മന്ത്രി ശിവൻകുട്ടിയെ പുറത്താക്കണം എന്നതാണ്. അത് നടക്കില്ല എന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. അതല്ലെങ്കിൽ ശിവൻകുട്ടിയിൽ നിന്ന് വിദ്യാഭ്യാസ വകുപ്പ് ഏറ്റെടുക്കണം, മറ്റേതെങ്കിലും മന്ത്രിമാർക്ക് നൽകണം. ഈ അവസാന ഘട്ടത്തിൽ ഒരു പുനഃസംഘടനയോ അതും സാധ്യമാകാൻ ഇടയില്ല. എങ്കിലും അക്കാര്യം വിശദമായി ചർച്ച ചെയ്യാം എന്നായിരിക്കും മുഖ്യമന്ത്രി ബിനോയ് വിശ്വത്തിന് നൽകിയ മറുപടി. അതല്ല, നടക്കില്ല എന്ന് അദ്ദേഹം പറഞ്ഞോ എന്ന വിവരം ഇതുവരെയും പുറത്തു വന്നിട്ടില്ല. നടക്കില്ല എന്ന് തന്നെയാണ് CPIM-ന്റെ നിലപാട് എന്നാണ് CPI നേതാക്കൾ പറയുന്നത്. CPIM ആലോചിച്ച് എടുത്ത തീരുമാനമാണ്.
അതിൽ നിന്ന് ഒരു അണുകിട പോലും പിറകോട്ട് പോകേണ്ടതില്ല. CPIക്ക് അവരുടെ പ്രതിഷേധം അറിയിക്കാം. അവർ ഉചിതമായ തീരുമാനമെടുക്കട്ടെ എന്ന നിലപാടിലേക്കാണ് ഇപ്പോൾ CPIM എത്തിയിരിക്കുന്നത്. CPI പറയുന്നത് അടുത്ത മന്ത്രിസഭാ യോഗം ബഹിഷ്കരിക്കും എന്നാണ്. ഒരു മന്ത്രിസഭാ യോഗം ബഹിഷ്കരിച്ചാൽ തീർന്ന പ്രശ്നമാണോ ഉള്ളത്? ഒരു മന്ത്രിസഭാ യോഗമല്ല, 2-3 മന്ത്രിസഭാ യോഗം ബഹിഷ്കരിച്ചാലും തീരില്ല. അത് കഴിഞ്ഞ് മന്ത്രിമാർ രാജിവെക്കാം. അതും എളുപ്പമാണ്. CPIയെ സംബന്ധിച്ച് ആരും രാജിവെക്കാതിരിക്കില്ല. CPI രാഷ്ട്രീയ തീരുമാനമെടുത്താൽ അത് ഉറപ്പാണ്. അങ്ങനെ രാജിവെച്ചു കഴിഞ്ഞാൽ പ്രശ്നം പരിഹരിക്കാൻ കഴിയുമോ? എന്താണ് ആത്യന്തികമായ ഫലം? തെരഞ്ഞെടുപ്പ് മുന്നിൽ വന്ന് നിൽക്കുന്നു. നവംബർ മാസം ആദ്യ വാരത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നു. അതിനുശേഷം 4-5 മാസം കഴിഞ്ഞാൽ കേരളത്തിൻ്റെ നിർണായകമായ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നു. കഴിഞ്ഞ 9.5 വർഷക്കാലം കേരളത്തിൽ പ്രതിപക്ഷം UDFും BJPയും ഇവിടെ കിണഞ്ഞു പരിശ്രമിച്ചും സർക്കാരിൻ്റെ പ്രതിച്ഛായക്ക് മങ്ങലേൽപ്പിക്കാൻ കഴിഞ്ഞില്ല. നവംബർ 1 മുതൽ മറ്റൊരു കേരളം സൃഷ്ടിക്കാനുള്ള ആദ്യ ചുവടുവെപ്പ് നടക്കാൻ പോകുന്നു. നിയമസഭാ സമ്മേളനം വിളിച്ചു ചേർക്കാൻ പോകുന്നു. വലിയ പ്രഖ്യാപനങ്ങൾ നിയമസഭാ സമ്മേളനത്തിൽ ഉണ്ടാകും. കേരളം എങ്ങോട്ടാണ് ചലിക്കുന്നത്, എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നത് സംബന്ധിച്ചുള്ള വിശദമായ പ്രസ്താവന നടത്താൻ പോകുന്നു മുഖ്യമന്ത്രി. തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള വിശദമായ നിലപാട് പ്രഖ്യാപനമായി സഭാ സമ്മേളനം മാറുന്നു. അത് കേരളത്തിൽ വലിയ ചർച്ചയാകണം. അതെല്ലാം മുക്കിക്കളയുകയാണ് CPI ചെയ്യുന്നത്. എന്ന് വെച്ചാൽ കഴിഞ്ഞ 9.5 വർഷക്കാലം UDFും അതേപോലെ BJPയും ശ്രമിച്ചിട്ടും കഴിയാത്ത കാര്യം ഇപ്പോഴിതാ CPI നടപ്പാക്കുന്നു. 3ാം ഭരണത്തിലേക്ക് LDF നടത്തുന്ന യാത്ര അത് മുടക്കുകയാണ് CPI ചെയ്യുന്നത് എന്നോർക്കണം. കേരളത്തെ നശിപ്പിക്കുന്ന, കേരളത്തെ പിന്നോട്ട് വലിക്കുന്ന തീരുമാനം CPIയുടെ ഈ ഒരൊറ്റ നിലപാട് മൂലം ഉണ്ടാകുന്നു എന്നർത്ഥം. അതല്ലെങ്കിൽ CPIക്ക് മുന്നണി വിട്ടുപോകാം. അത് CPI സ്വീകരിക്കുമോ എന്നതേ അറിയാനുള്ളൂ. മുന്നണി വിട്ട് എങ്ങോട്ട് പോകും എന്ന വലിയ ചോദ്യം അവരുടെ മുന്നിൽ തന്നെ ഉയരുന്നുമുണ്ട്. അത് നടക്കില്ല എന്ന് CPI നേതാക്കൾക്കും നന്നായി അറിയാം. അപ്പോൾ പ്രതിസന്ധി സൃഷ്ടിക്കുക, അതിലൂടെ ഒരു 3ാം ഭരണത്തിൻ്റെ സാധ്യതയെ ഇല്ലാതാക്കുക എന്ന തലതിരിഞ്ഞ നിലപാടാണ് CPI സ്വീകരിക്കുന്നത്. അതിൽ നിന്ന് CPI പിൻവാങ്ങും എന്ന് നമുക്ക് പ്രതീക്ഷിക്കുകയേ വഴിയുള്ളൂ.